ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ മെനു? നമ്മൾ പൂരി മസാലയാണ് ഉണ്ടാക്കണം. നമുക്ക് തുടങ്ങാം. ഓൾറെഡി തുടങ്ങിയെന്ന് തോന്നുന്നു. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള. ഉരുളക്കിഴങ്ങ് കുക്കറിൽ 3-4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ. ഒരളവ് വെച്ചുണ്ടാക്കാം. സാധാരണ 1 കപ്പ് 2 പേർക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ്. നമുക്ക് ഞാൻ ഇത്രയും പേർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് എനിക്ക് ശരിക്കും അങ്ങനെ. പിന്നെ പൂരി ആകുമ്പോഴേടാ എല്ലാവരും എക്സ്ട്രാ കഴിക്കും. ആരോണൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമല്ലേ? ഇച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇച്ചാനും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുന്ന എണ്ണത്തിലൊക്കെ ചിലപ്പോൾ നിന്നെന്ന് വരില്ല. ഇന്ന് ഞങ്ങൾക്ക് പള്ളി പോകണം. ഇന്നിവിടെ പള്ളിയുള്ള ദിവസമാണ്. അപ്പം അതിന് മുമ്പേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു. ശരിക്കും പറഞ്ഞാൽ അവധി ദിവസമാണ്. വൈകി എഴുന്നേൽക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ പള്ളിയുള്ള കാരണം നമ്മളിപ്പോൾ നേരത്തെ എഴുന്നേറ്റു. നമ്മൾ ഇതിന് മുന്നേയും പൂരിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. ഇന്നുണ്ടാക്കുന്ന പൂരിക്കകത്ത് നമ്മൾ ആകെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ചിലപ്പോൾ അതിനകത്ത് റവയും പഞ്ചസാരയൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് കുഴച്ചിട്ട് ഇച്ചിരി കട്ടിയുള്ള മാവായിട്ടാണ് പൂരിക്ക് കുഴയ്ക്കുമ്പോൾ കുഴക്കേണ്ടത്. ഒത്തിരി സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പൂരി ഒരുപാട് എണ്ണ കുടിക്കും. നമ്മൾ അങ്ങനെ നന്നായിട്ട് കൊമളച്ച് വരില്ല. അപ്പോൾ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹാർഡായിട്ട് വേണം അത് കുഴച്ചിട്ട്. അതായത് ഒത്തിരി സോഫ്റ്റായി പോകരുത് മാവ്. ഞാനങ്ങനെ സ്ഥിരം പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആളല്ലാത്തതുകൊണ്ട് അരിയുന്ന പരിപാടി ഞാനങ്ങ് ഏറ്റെടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തുടക്കത്തിൽ കേട്ട സൗണ്ട് ഞങ്ങൾ ലൈവായിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് ഒട്ടും തന്നെ ക്ലിയർ അല്ലായിരുന്നു എഴുന്നേറ്റ് വന്ന വഴി. അതുകൊണ്ട് ഞങ്ങൾ പിന്നീടാണ് സൗണ്ട് കൊടുക്കുന്നത്. അതിനകത്ത് പകുതി ശബ്ദമൊന്നുമില്ല. അപ്പോൾ ചേച്ചി ഓൾറെഡി അവിടെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി നല്ല സ്പീഡാട്ടോ ചപ്പാത്തിയും പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരത്താനായിട്ട്. അപ്പം ഞാൻ ഉരുട്ടി കൊടുക്കുന്നു. ഞാൻ പരത്തി എടുക്കുന്നത് ഇതുപോലെ പരത്തി കഴിഞ്ഞ് ഒരുപാട് നേരം നമ്മൾ വെച്ചേക്കാൻ പാടില്ല. അപ്പോൾ എണ്ണയിലിട്ട് കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ഒരു തവി വെച്ച് ഇങ്ങനെ എന്താ പറയണേ പതുക്കെ ഞെക്കി കൊടുത്ത് അത് മൊത്തം നന്നായിട്ട് കൊമളച്ച് വരും. ഓൾറെഡി നമ്മളിതിൻ്റെ നല്ല റെസിപ്പി ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ 1-2 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ട് കാണിക്കുന്നില്ല. അപ്പം നമ്മുടെ പൂരിയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണല്ലേ. പിന്നെ നന്നായിട്ട് പൊളച്ചു വന്നു. പപ്പടം പോലെ നന്നായിട്ട് പൊളച്ചു വന്നു. അപ്പോൾ അതിനൊപ്പം കഴിക്കാനായിട്ട് നമ്മൾ പൂരി മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരി മസാലയുടെ റെസിപ്പിയും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും ഉരുളക്കിഴങ്ങും പൊട്ടുകടലും എല്ലാമൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ പൂരി മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലിങ്ക് നമുക്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം അല്ലേ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്താൽ പൂരി മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതേപോലെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചിലർക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലർക്ക് അത് കഷ്ണങ്ങളായിട്ട് തന്നെ ആയിരിക്കും ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും കുറച്ചിങ്ങനെ ഉടച്ച് ഒരു കുഴമ്പ് രീതിയിൽ ആവുന്നതാണ് ഇഷ്ടം. നമ്മൾ വെള്ളം ഒഴിക്കും കേട്ടോ പിന്നീട്. അപ്പോൾ പൂരി മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ നമ്മൾ പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നമ്മളിത് ലഞ്ചായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നത്. കാരണം നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ അറിയായിരിക്കുമല്ലോ, ഞങ്ങൾ ഫുഡ് കഴിക്കാതെയാണ് എല്ലാവരും പോകുന്നത്. വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വിശന്നിട്ട് തന്നെ ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ പൂരി കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരെണ്ണൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ കാരണം നമുക്ക് പോയിട്ട് വന്ന് പിന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും ഒരുപാട് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ ഏകദേശം നമ്മുടെ പൂരി മസാലയൊക്കെ റെഡിയായി. അവസാന ഘട്ടത്തിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കുകയാണ് റെഡിയായെന്നുള്ളത്. പിന്നെ ഇരുന്ന് നന്നായി കുറുകുമല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂട്ടി തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതൊക്കെ കൺസിസ്റ്റൻസി ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം അങ്ങ് ചേർത്താൽ മാത്രം മതി. പിന്നെ അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൂരി മസാല റെഡിയായി. പൂരി മസാലയുടെ റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല ഉണ്ടാക്കാനുള്ളവരാണ്. അപ്പം ഞങ്ങൾ എന്തായാലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരി മസാലയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായ എടുക്കുന്നത് ഫ്ലാസ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചായ എടുക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ പള്ളി കഴിയുമ്പോഴേക്കും ഏകദേശം 12:30-1 മണിയാവും. അപ്പോഴേക്കും നന്നായിട്ട് വിശക്കും നമുക്ക്. നാട്ടിലാണെങ്കിൽ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിയില്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചായ ഉണ്ടാക്കി നമ്മൾ ഫ്ലാസ്കിൽ അത് കൊണ്ടുപോയി. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഞങ്ങൾ കഴിക്കുന്നില്ല, പള്ളിയിൽ പോയിട്ട് വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. റെഡി ആയിപ്പോൾ
ഞങ്ങൾക്ക് പോകാൻ സമയമായി പള്ളിയിലേക്ക്. അപ്പോൾ പള്ളി പോയിട്ട് വന്നിട്ട് കാണാം. ന്യായപ്രമാണത്താൽ അവകാശങ്ങളായി തീർന്നെങ്കിൽ വിശ്വാസം വ്യക്തമായിട്ടും വാക്യത്തും പാഴായിട്ടും ഇരിക്കുമായിരുന്നു. ന്യായപ്രമാണം കോപത്തെ ഉളവാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നു. പൂരി ഇത്ര ഉച്ചയാവാറായി നമ്മൾ അത് കഴിക്കാൻ നേരത്ത് അല്ലേ. ഏകദേശം ഉണ്ടാക്കി വെച്ചിട്ട് 2-3 മണിക്കൂർ കൂടുതലായി. ശരിക്കും അപ്പം കഴിക്കുകയാണ് നല്ല. പക്ഷെ നമുക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നിട്ട് വേറൊരു ചായയും കൂടെ ഉണ്ടാക്കി. ഒത്തിരി വൈകിയായിരുന്നു അല്ലേ നമ്മൾ വന്നപ്പോൾ. എന്നിട്ട് പോലും നല്ല സോഫ്റ്റ് ആയിട്ട് അത് ഇരിക്കുന്നത്, നല്ല ലെയറായിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലഞ്ചും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അത് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ നമ്മൾ വൃത്തിയാക്കിയാക്കി നമുക്ക് കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ തയ്യാറാക്കാനുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അടുത്ത ദിവസം ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പം ആ ഒരു യാത്രയിൽ അവിടെ ചെല്ലുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് ലഞ്ച് മെനു നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം അവിടെ ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോർ ഒന്നും അടുത്തൊന്നും ഇല്ല. അപ്പം നമ്മളെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമായിരുന്നു. അപ്പം ഞങ്ങൾ അതിനുള്ള പ്ലാനിങ്ങിലാണ്. ഞങ്ങൾക്ക് വേറൊരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല ആ ലഞ്ച് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാനായിട്ട്. കാരണം ഒരുപാട് പേര് റെസിപ്പിയൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് വേറൊരു ദിവസം നമ്മൾ ലഞ്ച് മെനു കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേക്കും ക്രിസ്മസ് കഴിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം നമ്മുടെ ആ യാത്രയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ ഓൾറെഡി നമ്മൾ മെനു പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ ഓരോന്നിനും വേണ്ട സാധനങ്ങൾ നോക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ടത് ഏതൊക്കെ, വാങ്ങേണ്ടത് ഏതൊക്കെ, അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ച് കുറച്ചൊരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ പോയത്. അല്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് അടുത്തെങ്ങും കടയൊന്നും ഇല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞങ്ങൾ സാധനങ്ങളെല്ലാം എഴുതി പ്ലാനൊക്കെ തയ്യാറാക്കി എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിക്കി നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് മെയിനായിട്ട് നമുക്ക് ആ ക്രിസ്മസ് മെനു ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാൻ. അതുകൊണ്ട് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെച്ച് എല്ലാം സെറ്റാക്കുമായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മുടെ ക്രിസ്മസ് മെനുവിന് വേണ്ടി നമ്മളങ്ങ് മാറ്റി വെച്ചു. ബാക്കിയുള്ള ദിവസമാണ് നമ്മളവിടെ എൻജോയ് ചെയ്യാനായിട്ട് എടുത്തോളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടെ കൂടിയിട്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനും എല്ലാത്തിനും ആള് വേണമായിരുന്നല്ലോ. അപ്പം അങ്ങനെ പക്ഷേ അതൊരു നല്ലൊരു രസമായിരുന്നു. എല്ലാവരും കൂടെ കൂടി ചെയ്തപ്പോൾ ഒരു രസമുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടോ. ഒരുപാട് ഹെക്റ്റിക്കൊന്നും ആയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് നോക്കി ലിസ്റ്റ് നോക്കി നമ്മളതെല്ലാം എടുത്തു വെക്കുകയാണ്. ട്രിപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റൊക്കെ റെഡിയാക്കി. കുറച്ച് സാധനങ്ങൾ നമ്മൾ വീട്ടിലിരിക്കുന്നതൊക്കെ എടുത്തു വെച്ചു. ഇനി വീട്ടിലില്ലാത്ത കുറച്ച് സാധനങ്ങൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനുണ്ട്. അത് വാങ്ങിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലൊരു ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഇവരുടെ ഡിന്നർ അവിടെ നിന്നാണ്. അവിടെ അങ്ങനെ പോയിട്ടാണ് നമ്മൾ തിരിച്ചു വരിക വീട്ടിൽ. ഇതുവരെ ഉണ്ടായിരുന്ന കാലാവസ്ഥ ഇച്ചിരൂടെ തണുപ്പായി തുടങ്ങിയത്. മഴയുണ്ട് ഇന്നത്തെ, പുറത്തൊക്കെ അത്യാവശ്യം മഴയുണ്ട്. ഇരുട്ടായി തുടങ്ങി. കാര്യം 4-4:30 ആയിട്ടുള്ളൂ, പക്ഷെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അവിടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് കേട്ടോ. കേൾക്കണ്ടാവും, പറയണം. നമ്മളൊരു കടയിലല്ലേ നിൽക്കുന്നത്, അത് അധികം ഒച്ചയിൽ പറയാത്തത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് എടുക്കാനുള്ള ലിസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോർ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, കാണിച്ചിട്ടില്ല. നമ്മുടെ കുറച്ചൊക്കെ ഇവിടെ കിട്ടുന്ന ഇന്ത്യൻ സാധനങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് കാണാം കേട്ടോ. നമ്മള് ക്യാബിന് വേണ്ടിട്ട് വാങ്ങിക്കുന്നല്ലോ. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു കുപ്പിയിലിരിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെറിയൊരു പാക്കറ്റ് മല്ലിപ്പൊടി എടുക്കുക. അപ്പോൾ നമ്മുടെ നാടൻ പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു അവിടത്തേക്കാളും കുറച്ചുകൂടെയും പച്ചക്കറികളൊക്കെ കൂടുതൽ ഇവിടെ കിട്ടും. എനിക്ക് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് വില കുറവാണ് ഇവിടെ തോന്നിയത്. അപ്പം നമ്മൾ നമ്മുടെ കിച്ചണിലല്ലാതെ വേറൊരു കിച്ചണിൽ ഇന്ന് നമ്മുടെ അധികം പാത്രങ്ങളൊന്നും ഇല്ലാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഗംഭീര ലഞ്ച് മെനു തയ്യാറാക്കിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ. നമ്മുടെ അവിടെ കിട്ടാത്ത ഞങ്ങളുടെ റെഡ് ലേബൽ പോകുമ്പോൾ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോകണം. ഞങ്ങൾക്ക് അവിടെ ഈ ബ്രാൻഡിൻ്റെ റെഡ് ലേബലിൻ്റെ ചായപ്പൊടി കിട്ടത്തില്ല, കൂടുതലും ടാറ്റയുടെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത് പയർ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം തന്നെ. ചേച്ചി പോകുമ്പോൾ എനിക്ക് ഇച്ചിരി ഗ്രീൻ പീസ് മേടിക്കാൻ ഓർമ്മിപ്പിക്കണേ. ഞങ്ങൾക്ക് അവിടെ ഫ്രോസണാ കിട്ടത്തുള്ളൂ.
ദാ ഇവിടെ നമ്മുടെ അച്ചാറുകൾ കിട്ടുട്ടോ. ബ്രാഹ്മിൻസ്, കിച്ചൺ ട്രഷേഴ്സ്, ഡബിൾ ഹോഴ്സ്, പിന്നെ മയില്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു. ഇവിടെ മഴ ചാറുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് വേഗം വണ്ടിയിലേക്ക് പോവാം. അത്യാവശ്യം നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ അവിടുത്തെ എവിടെയാണ് പോകുന്നത്? ഹോൾ ഫുഡ്സിൽ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോൾ ഫുഡ്സ് മാർക്കറ്റിലെത്തി. ഇവിടെ നമുക്ക് കുറച്ച് നോൺ വെജ് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടല്ലേ. നമ്മളോട് ചേച്ചിയോട് എപ്പോഴും ചോദിക്കാറില്ലേ ബീഫ് എവിടെ നിന്നാ, അല്ലെങ്കിൽ നമ്മുടെ മീറ്റ് കൂടുതലും നോൺ വെജ് എവിടെ നിന്നാ വാങ്ങിക്കാന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ വാങ്ങിക്കുന്നത് ഹോൾ ഫുഡ്സിൽ നിന്നാണ്. ഞങ്ങൾ മീറ്റ് ഐറ്റംസ് പൊതുവേ വാങ്ങാറ് ഇവിടെ നിന്നാണ്. അപ്പോൾ എന്തായാലും ഹോൾ ഫുഡ്സിൽ ചെന്നാലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അവിടുത്തെ പച്ചക്കറികൾ എന്താ പറയുക, ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. പിന്നെ ഓർഗാനിക്കിൻ്റെ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണും. സാധാരണ എല്ലായിടത്തൊന്നും അങ്ങനെ കാണില്ല. പിന്നെ നമ്മൾക്ക് എപ്പോഴും മീറ്റൊക്കെ അവിടെ നിന്ന് വാങ്ങണതാണ് ടേസ്റ്റായിട്ടും തോന്നിയിട്ടുള്ളത്, നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടും തോന്നിയിട്ടുള്ളത്. ഈ മീറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ ബീഫ് വാങ്ങിക്കുന്ന അതിൻ്റെ ഏത് പോർഷനായിരുന്നു? ബീഫ് എപ്പോഴും നമ്മൾ ചക്ക് റോസ്റ്റാണ് വാങ്ങാറ്, അല്ലെങ്കിൽ ടെൻഡർ ലോയിൻ ആയിട്ടുള്ളതും വാങ്ങാറുണ്ട്. പിന്നെ പോർക്ക് ബോസ്റ്റൺ ബട്ടാണ് വാങ്ങിച്ചത്. അതും പിന്നെ ബെല്ലിയും കൂടെ പോർക്ക് ബെല്ലിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വാങ്ങിയത്. അപ്പം ഞങ്ങൾ ഇതിൽ നടന്ന് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. ഇവിടെ ഇങ്ങനെ സാലഡ് ബാറും അതുപോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നത് നമ്മുടെ ബേക്കറി സെക്ഷനിൽ. അവിടെ ഒരുപാട് കേക്കും പേസ്ട്രീസും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാം നമ്മളൊന്ന് കണ്ടുപോന്നു. കാരണം അത്യാവശ്യത്തിൽ കൂടുതൽ മധുരമൊക്കെ നമ്മൾ ഈ സമയം കൊണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് വരാം. നമ്മുടെ ഇന്നത്തെ ഡിന്നർ നമുക്കൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണല്ലോ. അതെ. പിന്നെ നമ്മൾ ഇനി അവിടെ പോയി ഉണ്ടാക്കുന്നതിനും ക്യാബിനിൽ പോയതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.